Hello everyone, welcome to Nafi the Educator. It's me and Nafi. Yes. മക്കളെ അപ്പോൾ നിങ്ങളുടെ ഒരുപാട് കുട്ടികളുടെ സംശയമാണ് +1 റിസൾട്ട് എന്നാ വരിക. മെയ് ലാസ്റ്റ് വീക്ക് വരുന്നു പറഞ്ഞിരുന്നു, ചില ആളുകൾ പറയുന്നു ജൂലൈയിൽ വരുന്നു, ചില ആളുകൾ പറയുന്നു ജൂണിൽ വരുന്നു. ഏത് സമയത്താണ് കറക്റ്റായിട്ട് +1 റിസൾട്ട് വരിക എന്നുള്ള ഡൗട്ട് ഇപ്പം +1 പഠിച്ചു കഴിഞ്ഞ് +2ലേക്ക് എത്താൻ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഈ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. യെസ്, എനിക്കുമുണ്ട് ഡൗട്ട്, എന്നാണ് +1 റിസൾട്ട് വരാമെന്ന് കേട്ടോ. അപ്പോൾ +1 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെ +1 എക്സാം എഴുതി കഴിഞ്ഞ് +2ലേക്ക് കാത്തിരിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂൺ 2 നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് +1 റിസൾട്ട് വന്നാലും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ +2ലേക്ക് എത്തുന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ജൂൺ 2 നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് +1 റിസൾട്ട് വന്നാലും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി +1 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി +2ൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 റിസൾട്ടിൻ്റെ വാല്യുവേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ടാബുലേഷൻ വർക്കും ബാക്കി കുറച്ച് വർക്കുമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ മിക്കവാറും റിസൾട്ട് ജൂണിൽ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന്, മിക്കവാറും റിസൾട്ട് ജൂണിൽ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മിക്കവാറും +1 റിസൾട്ട് ജൂണിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്കറിയാം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ആ കാരണം കൊണ്ട് ചിലപ്പോൾ ജൂലൈയിലേക്ക് ആയേക്കാം. എന്തായാലും ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയോ വിദ്യാഭ്യാസ വകുപ്പോ +1 റിസൾട്ട് എന്ന് വരുമെന്നുള്ള ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പല സാധ്യതകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ജൂണിൽ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജൂണിൽ വന്നില്ലെങ്കിൽ ഇത് ജൂലൈയിൽ വരും. എന്തായാലും വല്ലാണ്ട് അങ്ങോട്ട് നീളില്ല, ജൂണിൽ തന്നെ ആയിരിക്കും മിക്കവാറും +1 റിസൾട്ട് വരാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കുട്ടികൾ നിന്ന് അറിയും, അയ്യോ സാറ് റിസൾട്ട് വരാനായി, നാട് വിടാൻ സമയമായി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ സമയമായി. എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ഉഴപ്പിയിട്ട് എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചവരാണെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങൾ എഴുതിയതിനുള്ള മാർക്ക് നിങ്ങളെ തേടി +1 റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ +1 റിസൾട്ട് എന്ത് തന്നെ ആയാലും ആ റിസൾട്ടിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, മാർക്ക് കുറഞ്ഞ ആളുകളാണെങ്കിൽ ആ റിസൾട്ടിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് +2 അടിപൊളിയായിട്ട് പഠിക്കണം. +2ൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് വേണം, +2ൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റണമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ലോകത്ത് കഷ്ടപ്പെടാതെ എഫേർട്ട് ഇടാതെ ആർക്കും ഒരു വിജയവും നേടാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കും വിജയം നേടണമെങ്കിൽ നിങ്ങൾ +1 എന്ത് തന്നെ ആയിക്കോട്ടെ, +1 റിസൾട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം ചിലപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതി പേപ്പറിൻ്റെയും വാല്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് മാത്രമേ പബ്ലിഷ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതിയതിനുള്ള മാർക്ക് നിങ്ങൾക്ക് +1 കിട്ടും. +1 മാർക്ക് കുറഞ്ഞ ആളുകൾ +2ൽ നല്ല മാർക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട സമയമായിട്ടുണ്ട്. ഇനി +1 നല്ല മാർക്കുള്ള കുട്ടികൾ, എനിക്ക് +1 നല്ല മാർക്ക് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് +2ൽ എഴുപ്പാൻ നിൽക്കരുത്. +1നെക്കാളും എല്ലാ സബ്ജക്റ്റും കുറച്ച് ടഫായിട്ടുള്ളൊരു ക്ലാസ്സാണ് +2 ക്ലാസ്. അവിടെ കണ്ടന്റുകളുടെ ഡെപ്ത് കൂടുന്നുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേണുകൾ മാറുന്നുണ്ട്, പല മാറ്റങ്ങൾ നിങ്ങൾക്ക് +2ൽ കാണാൻ പറ്റും. അപ്പോൾ +2 ഒരിക്കലും നിങ്ങൾ സിമ്പിളാക്കി കരുതരുത്. +1 കുറച്ചധികം +2ൽ പഠിക്കാനുണ്ട്. അപ്പോൾ +1 നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ +2ൽ അടിപൊളിയാക്കി സെറ്റാക്കി ഉഷാറാക്കി പഠിക്കുക. +1 മാർക്ക് കുറഞ്ഞ കുട്ടികൾ എന്തുകൊണ്ട് തനിക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നുള്ളൂ, നിങ്ങൾ പഠിക്കാനില്ല. അപ്പോൾ +2ൽ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാവാം. എന്തായാലും ഒഫീഷ്യൽ ഡേറ്റ് വരാത്തതുകൊണ്ട് തന്നെ ജൂൺ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജൂലൈക്കുള്ളിലൊക്കെ നിങ്ങളുടെ +1 റിസൾട്ട് വന്നേക്കാം. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. +1 റിസൾട്ട് മിക്കവാറും ജൂണിലോ ജൂലൈയിലോ വന്നേക്കാം.